പപ്പയാണെങ്കിൽ കടയിൽ ചുമടെടുത്താണ്. ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ല തീറ്റ ബിസിനസ്സാണ്, ഒറ്റയ്ക്കിരുന്ന് ചുമടെടുക്കും ഞാൻ. പക്ഷെ അതൊക്കെ ആലോചിച്ച് വീട്ടിൽ ഞാൻ സഹിച്ചിരുന്ന് പഠിക്കും, കുഴപ്പമില്ല. അതിന് വിഷമിക്കുകയൊന്നും വേണ്ട. അതിന് പകരം ദൈവം ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിക്കുക. ഞാനും എപ്പോഴും പറയാറില്ലേ, അച്ഛനമ്മമാരുടെ ഒരു സമയത്തെ കഷ്ടപ്പാട് ഇനി നിങ്ങളിലൂടെ അച്ഛനെ സ്വസ്ഥമാക്കണം. അച്ഛാ, ഇനി എനിക്ക് നല്ലൊരു ജോലി, എൻ്റെ അനിയനും ജോലി കിട്ടി, ഇനി അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കും, നല്ലൊരു വീട് വെച്ച് കൊടുക്കുക, നല്ല അനുഗ്രഹത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യും. പപ്പയ്ക്കും എവിടെ പോയാലും ഒരു അംഗീകാരമില്ല, ഒരു ബന്ധുക്കളുടെയിലായാലും അതൊക്കെ ഇനി കിട്ടും. അതൊക്കെ വിഷമിക്കുകയൊന്നും വേണ്ട അല്ലേ. അതൊക്കെ ഇനി നിനക്ക് കിട്ടിയിരിക്കും. ദൈവം വരും. ഞാൻ എത്രയോ ഉപദേശങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്നേഹം കണ്ടു. ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കഷ്ടപ്പെട്ടാൽ എവിടെയായാലും കിട്ടും. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിപ്പം പറഞ്ഞു തന്നെ ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് 3 മാസം ഫുൾ ടൈം അച്ഛൻ കടയിൽ നിന്നും പറഞ്ഞു, ഒരു പലചരക്ക് കടയിലേന്ന് പറഞ്ഞു, ഇവരെ ഒരിക്കലും പുറത്തോട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പുണ്യം ഇപ്പം എന്താ റിസൾട്ടിലൂടെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ്. ഇനി ആ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ എല്ലാം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്തു കൊടുക്കുക, ദൈവം കാണും. നമസ്കാരം. ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക ഉദ്യോഗാർത്ഥിയാണ്. ഈ കഴിഞ്ഞ SIP പോലീസ് റാങ്ക് ലിസ്റ്റിലെ 3ാം റാങ്ക് നേടി, വളരെ കഷ്ടപ്പെട്ട് മേടിച്ച റാങ്കാണ്. ഒത്തിരി കഥകൾ നമുക്ക് പറയാനുണ്ട്. 3ാം റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പേര് ആഗ്രഹിച്ചത് 1, 2, 3, 10 റാങ്ക് കിട്ടുന്നത്. ആ ഒരു അഭിമാന നേട്ടം നേടിയ വ്യക്തിയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്, ആൻറ്റോ സുജിത്ത്. നമുക്ക് ആൻറ്റോ സുജിത്തിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ആൻറ്റോ സുജിത്ത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ മാവളക്കടവാണ് എൻ്റെ ഗ്രാമം. ഇക്കഴിഞ്ഞ SIP പരീക്ഷയിൽ SIP പോലീസ് ബറ്റാലിയൻ പരീക്ഷയിൽ എനിക്ക് 3ാം റാങ്ക് ഉണ്ട്. ഒത്തിരി സന്തോഷം ആൻറ്റോയെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൻറ്റോ 3ൽ എത്തിച്ചേരുമെന്ന്. അതൊക്കെ ഒരു ദൈവ അനുഗ്രഹം തന്നെ. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ടാണ്. പഠിക്കുന്ന സമയത്ത് നീ ഒത്തിരി ഡൗട്ടൊക്കെ ചോദിക്കുമെങ്കിലും പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ 3ൽ എത്തിച്ചേരുക, അതും ഈ നിന്നേക്കായി പഠിക്കുന്നവർ ഒത്തിരി പേര് അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം നീ ആ പരീക്ഷയ്ക്ക് അത്രമാത്രം പഠിച്ചത് കൊണ്ടാണ് ആ റാങ്ക് നീ 3ലേക്ക് എത്തിച്ചേർന്നത്. ആ പഠനത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മളെ പുതിയ കുട്ടികൾക്കൊക്കെ എങ്ങനെയായിരുന്നു നീ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു ഇവിടം വരെ എത്തിച്ചേർന്നു 3 റാങ്ക്? എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ നീ പോയി കുറേ അലഞ്ഞു തിരിഞ്ഞ് കൊറോണ സമയത്ത് എന്നിട്ടൊരു വാശിയോടുകൂടി ഇറങ്ങിയതാണ് അല്ലേ? വീട്ടിലും നാട്ടിലും അടുത്തുള്ള ആൾക്കാരുടെ ഒരു വാശി ഉണ്ടായിരുന്നു, അവരുടെ മുമ്പിൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാക്കണമെന്ന്. ഒന്ന് അനുഭവങ്ങളൊന്ന് പറയാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫോഴ്സിൽ ഒരു ജോലി, അത് പോലീസുകാരനാവണമെന്നായിരുന്നു. അത് കാരണം എൻ്റെ അച്ഛന് ജോലി പോലീസിൽ വേണമെന്നായിരുന്നു. പുള്ളിക്ക് കിട്ടിയില്ല. കാര്യം അന്നത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് വേറെ ജോലിക്കൊക്കെ പോയി. അന്നത്തെ ഫിസിക്കലൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായിരുന്നു. 25 കൊല്ലം മുമ്പ് വരെ ശ്രമിച്ചിട്ടുള്ള ആളാണ് പുള്ളി. എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഒരു ജോലി വാങ്ങണം, ഫോഴ്സിൽ പോലീസുകാരനാവണമെന്ന് പറഞ്ഞു തരുമായിരുന്നു. ഞാനിപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചത് ഉള്ളിൽ ആഗ്രഹമായിട്ട് നടക്കുമായിരുന്നു. ബോഡി ബിൽഡിങ് അങ്ങനെ കുറച്ച് നാൾ പോയി. 2019 നോട്ടിഫിക്കേഷൻ സമയത്ത് ഞാനിവിടെ സ്ഥലത്തില്ല, ദുബായിൽ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 19 നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്ന ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ വന്ന് കുറേ ബുദ്ധിമുട്ടി. അടുത്ത ഒരു ഷോപ്പ് തുടങ്ങി, അവിടെ നിൽക്കുകയായിരുന്നു കുറേ നാൾ. അപ്പോഴേ കൂടെ ഉള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ അവിടെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ഇരുന്നിട്ടും അവരാരും മൈൻഡ് ചെയ്യില്ല. അവരെ ഇഷ്ടത്തിന് അവർ വായിക്കും. കാര്യം ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു എക്സാം എനിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. വീട്ടിലിരുന്ന് കരഞ്ഞു പോയ ദിവസങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഒട്ടും മാനസികമായിട്ട് നടന്ന ദിവസങ്ങളാണ് അതൊക്കെ. കൂടെ ഉള്ളവർ പഠിക്കുന്നു, എന്നെക്കാളും മൂത്തവർ പഠിക്കുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ 2022 പകുതി എൻ്റെ ഉഡ്ബി അശ്വതി പറഞ്ഞാണ് ഞാൻ എൻട്രി ആപ്പ് എടുക്കുന്നത്. ഓഗസ്റ്റ് 15 ഒരു ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ എടുക്കുന്നതാണ് എൻട്രി ആപ്പ് ആദ്യമായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് കഴിഞ്ഞിട്ട് ബെഫ്കോ LDയുടെ ഒരു ഗോൾഡ് മാച്ച് ഉണ്ടായിരുന്നു. അത് പ്രദീപ് സാറിൻ്റെ അണ്ടറിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ബെഫ്കോ LD റിസൾട്ട് വന്നു, ഫെബ്രുവരിയോടെ റിസൾട്ട് വന്നപ്പോൾ എനിക്കില്ല. അപ്പോൾ ആ ബാച്ചിലുള്ളവരെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റി, CPO ബാച്ചിലോട്ട് മാറ്റി. പിന്നെ അവിടെ തൊട്ടാണ് എനിക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം വന്നത്. കമ്പൈൻ സ്റ്റഡിയാണ് എന്നെ സംബന്ധിച്ച് കൂടുതലും കമ്പൈൻ സ്റ്റഡിയാണ്. ഞാൻ ഫോഴ്സിന് പഠിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻ സ്റ്റഡിയാണ് നല്ലതാണ്. എനിക്ക് ഒരു ദിവസം സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, 5 മണിക്കൂർ ഉറങ്ങിയാൽ മതിയെന്ന് സാറിനെ ചോദിക്കും. എടാ മതിയെടാ മോനെ എന്ന് സാറ് പറയും.
പക്ഷെ എനിക്ക് പിന്നെ 4 മണിക്കൂറായി 3 മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. രാത്രി വന്നിട്ട് കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഠിക്കും. ഒരു ഭ്രാന്തമായ ഒരു പഠന രീതിയാണ് എനിക്ക് ഉള്ളത്. എന്നൊരു സ്പാർക്ക് അടിച്ച് പഠിക്കുന്നതാണ്. നാട്ടിൽ എനിക്ക് എങ്ങനെയും ജോലി വേണം. ആവേശമായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അച്ഛന് എനിക്ക് തോന്നുന്നു അച്ഛന് ആഗ്രഹമായിരുന്നു പോലീസില്, പക്ഷെ അതിന് പകരം ഇപ്പൊ മകൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അനിയനും 125 റാങ്ക്, സ്വന്തം അനിയന് 125 റാങ്ക് ഉണ്ട്. ഒരുമിച്ചിരുന്നാണോ പഠിച്ചത് നിങ്ങള്? അയ്യോ, അതൊരു ഭാഗ്യം. നീ പഠിക്കുന്നത് കണ്ട് അവന് എത്ര വയസ്സായി? 22 വയസ്സിൽ തന്നെ 125 റാങ്കിലെത്തി. അതും ഒരു അഭിമാനം. നീ ആയിരുന്നു അവനെ ഇതിലോട്ട് ഇറക്കിയത്? അവനെ പഠിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ആ കുഞ്ഞു മനസ്സാണ്. അങ്ങനെ അവനെ ഭയങ്കര പാടുപെട്ടാണ് മാറ്റിക്കൊണ്ടുവന്നത്. ആദ്യം IRB കമാൻഡോക്ക് മാത്സ് ആണ് കൂടുതൽ അവൻ പഠിച്ചത്. മെന്റൽ അതിലോട്ട് ഇൻട്രസ്റ്റ് ആയി. GK പാർട്ട് അവന് താല്പര്യം വല്ല കുറവാണ്. മാത്സ് മെന്റൽ എബിലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു അഭിമാന നേട്ടം. 2 മക്കൾക്കും, ഒരാൾക്ക് 3-ാം റാങ്ക്, ഒരാൾക്ക് 125 റാങ്ക് പോലീസ് ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാന നേട്ടം. അച്ഛനൊക്കെ സന്തോഷമായ? കടയിലൊക്കെ ഭരണകൂടത്തൊക്കെ ആവേശത്തോടെ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അച്ഛന്റെ ഒരു സമയത്തെ ലക്ഷ്യം മക്കളിലൂടെ എത്തിച്ചേരുക എന്ന് പറയുന്നത്. പിന്നെ ഈ റാങ്ക് കിട്ടിയ ചുമ്മാ അല്ലട, ലക്ഷക്കണക്കിന് പേര് എഴുതിയിട്ടല്ലേ നിനക്ക് ഇവിടം വരെ എത്തിച്ചേർന്നത്. പിന്നെ പിന്നിൽ ഒത്തിരി ശ്രമങ്ങൾ നടത്തി കാണും അല്ലേ? ഒത്തിരി രാത്രിയിൽ ഉറക്കമില്ലാതെ പഠിച്ചു കാണുക, ടെൻഷൻ ആയിരുന്നായിരിക്കും അല്ലേ? പല ദിവസവും എനിക്ക് ഒരു പഠനമാണ് ആ സമയത്ത് പഠിച്ച പോലെ എനിക്ക് ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ എണീറ്റ് ഞാൻ ഒരു കൊച്ചു ബുക്കിൽ എഴുതി വെക്കും, ഇന്ന് ഡെയിലി ചെയ്യേണ്ട റൊട്ടീൻ എല്ലാം എഴുതി വെക്കും. ഒരു ബോക്സ് വരച്ച് വെക്കും, അവിടെ ടിക്കറ്റ് വെക്കുമായിരുന്നു. അങ്ങനെ അത് ക്ലിയർ ചെയ്തിട്ട്, അത് ചില ദിവസം പെൻഡിങ് വരും, അത് ക്ലിയർ ചെയ്തിട്ട് എന്തായാലും ഞാൻ കിടക്കും രാത്രി. ഭയങ്കരമായി എനിക്ക് തോന്നുന്നു ഒരു സ്നേഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി പറഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നില്ലേ? അതും ഒരു ഭാഗ്യമാണ്. കൊല്ലത്താണ്. ഇപ്പൊ നിങ്ങളെ തമ്മിൽ നിശ്ചയമൊക്കെ ഉറപ്പിച്ചു വെച്ചു, ഇനി പോലീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെ കല്യാണം നടന്നു. അതൊരു ഭാഗ്യമല്ലേ? ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്ക് അവരെ വീട്ടുകാരും ഒക്കെ എടുത്ത്. അതാണ് നിമിത്തം എന്നൊക്കെ പറയുന്നത്. അവളിലൂടെ നീ PSC പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുക, പഠിക്കുക. നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? അതാണ് മനസ്സ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ജിമ്മാണ്, നീ ജിമ്മനാണ് അല്ലേ? ട്രെയിനറായിട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ Instagram ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഇതിനിടയ്ക്ക് സമയം കിട്ടിയത് എങ്ങനെ? അതും നോക്കി ഇതും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ ജിമ്മില് വർക്കൗട്ടിന് പോവും, ഇടയ്ക്ക് പോവും. അങ്ങനെ പഠിത്തത്തിനിടയിൽ ഫുള്ള് ഇതിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി ഒരു 3 മാസത്തോളം മാറ്റി വെച്ചിട്ടുണ്ട്. അതെപ്പോഴും നല്ലതാ. അത് 3 മാസം അവസാനം അതിനു മുന്നേ എനിക്ക് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. എന്തിന്റെ ഷോപ്പായിരുന്നു? പലവ്യഞ്ജന കടയിൽ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. അപ്പൊ അത് സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. കടകളിലും വീടുകളിലും കൊണ്ടു കൊടുക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ തൊലിച്ച് വന്നിട്ട് ഞാൻ പഠിച്ച ദിവസങ്ങളുണ്ട്. ഓരോരുത്തർക്ക് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും പഠിക്കുന്ന രീതിയുണ്ട്. വണ്ടിയിൽ 50 ബാഗ് ഉണ്ടാവും. 50 ബാഗ് കൊണ്ട് വീടുകളിൽ കൊടുത്ത ശേഷം വന്നിരുന്ന, അപ്പോഴും അത് ആ വേർപ്പിൽ ഞാൻ വന്നിരുന്ന ഇപ്പൊ എനിക്ക് പറ്റില്ല അങ്ങനെ പഠിക്കാൻ. അത്രയ്ക്ക് ഒരു ആവേശവും ഒരു അറ്റ് നിന്ന സമയമായിരുന്നു. ഒരു സമയത്തെ കഷ്ടപ്പാട് ദൈവം കണ്ടു എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അത് ഭയങ്കര നീ ആ ഒരു കഷ്ടപ്പാട്, എനിക്ക് തോന്നുന്നു നിന്റെ കൂട്ടുകാർക്കും ഒക്കെ നിന്റെ കഷ്ടപ്പാട് അറിയാം. ഇപ്പൊ എന്നെ കാണുന്നവരൊക്കെ ഭയങ്കര സ്നേഹമാണ് നാട്ടിലൊക്കെ. നമ്മള് കടയിൽ നിന്ന് പഠിച്ചല്ലോ എന്ന് ആ ഒരു കട ഊഹിക്കാടാ. ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അറിയാം. എല്ലാ സുഖങ്ങളും കൂടുന്നതിനപ്പുറം ജോലിക്ക് പോയിട്ട് വന്നിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കും ബാക്കിയുള്ളവർക്ക് ഇത്രയും സമയം കിട്ടിയല്ലോ എന്നൊക്കെ. എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. പക്ഷെ കണ്ടില്ലേ, മതി, നമുക്ക് കിട്ടുന്ന സമയം മതി. അതായത് ജോലി കിട്ടുന്നവർക്ക് ഒരു പ്രധാന ഉപദേശമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് ജോലിക്ക് പോയാലും നമുക്ക് പഠിച്ച് ജോലി നേടാം എന്നുള്ളത് നിന്നിലൂടെ ഒരു ഉദാഹരണമാണ്. ഞാൻ ആദ്യം 22 നോട്ടിഫിക്കേഷന് ശേഷമാണ് ഞാൻ ട്രാക്കിലായി പഠിക്കുന്നത്. യൂട്യൂബിൽ സാറിന്റെ മോട്ടിവേഷൻ കണ്ടാണ് പഠിക്കുന്നത്, തുടങ്ങുന്നത്. അതൊക്കെ ഒരു രോമാഞ്ചം വരും. സാറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ബൂസ്റ്റ് ആവും. പഠിക്കാനൊക്കെ ഉള്ള സാറിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും അതാണ് എനിക്ക് കൂടുതലും ഭയങ്കര പ്രചോദനമാണ്. വെറുതെ പറയുന്നതല്ല, വെറും വാക്കല്ല പറയുന്നത്. അത് കണ്ടാണ് പഠിച്ചത്. ഇപ്പോഴേതാ എനിക്ക് രോമാഞ്ചം വരും സാറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ. ഒത്തിരി സന്തോഷം. അത് പറഞ്ഞ് നിങ്ങൾക്കൊരു മാറ്റമുണ്ട്. എനിക്കും കുറെ നീ പറഞ്ഞില്ലേ, നിനക്ക് വേറൊരു രീതിയിലുള്ള കഷ്ടപ്പാട്, എനിക്ക് വേറെ. എനിക്ക് പല ആൾക്കാരും PSCയിൽ ഇറങ്ങുന്ന കുറെ പേർക്കും കഷ്ടപ്പാട് തന്നെയാണ്. അതിലൂടെ കയറി വരുന്നവർ പല വിജയങ്ങളും കിട്ടി. അതിലൊരു പ്രധാന ഉദാഹരണം നീയാണ്. ഓക്കെ, അങ്ങനെ അച്ഛനും ഇപ്പം കടകളിലൊക്കെ ചെന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. എന്റെ മകനെ അഭിമാനത്തോടെ 3 റാങ്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ആണ്. ഏറ്റവും വലിയ ആഗ്രഹമാണ്
പോലീസിൽ കിട്ടാൻ. അപ്പൊ ഇവരെ കൂട്ടുകാരൊക്കെ ഇപ്പൊ SI ആണ്, പ്രൊമോഷൻ ആയി SI ആയി. അവരെ കാണുമ്പോൾ അതേപോലെ ആവണം, നീയും ആവണം എന്ന് എപ്പോഴും പറയാം. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഡിഗ്രി പാസ്സാണ്, എനിക്ക് പോലും ഡിഗ്രി ക്വാളിഫൈ ആയില്ല. അമ്മ പഴയ ഡിഗ്രി പാസ്സായിട്ട് അവർക്കും ജോലി കിട്ടിയില്ല. 3 പേരാണ്, എൻ്റെ അനിയത്തിയും ഉണ്ട്. എൻട്രി വന്നതിന് ശേഷം ഒത്തിരി മാറ്റം ഉണ്ടായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലേ. നേരത്തെയൊക്കെ ഒത്തിരി കോച്ചിങ് സെന്ററിൽ പോയതാ സാറേ അലഞ്ഞു തിരിഞ്ഞ്, പക്ഷെ പിന്നെ ഇതിലൊരു വന്ന അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ പല കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ട്രാക്കിലായി വന്നത് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് കൊണ്ട് തന്നെയാണ്. കാര്യം ഡെയിലി ഓരോ ടാസ്ക് വരും, പ്രീവിയസ് വർക്കൗട്ട് ചെയ്യണം. ഒരു മെൻറ്റർഷിപ്പോട് കൂടിയാണ് പഠിച്ചത് ഞാൻ. അപ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് PSC കൈകാര്യം ചെയ്ത് എങ്ങനെ കൊണ്ടുവരാമെന്ന് പെട്ടെന്ന് വന്നത്. അങ്ങനെയാണ് കാര്യം. ഇത് മോക്ക് ടെസ്റ്റ് അവർ ഡെയിലി പ്രീവിയസ് വർക്കൗട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഉദാഹരണം പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് PSLVയുടെ വിക്ഷേപണ ദൗത്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ എക്സാമ്പിൾ 56 വിക്ഷേപിച്ച ഡേറ്റ് ചോദിക്കും. ഡേറ്റ് ചോദിക്കാറുണ്ട്, അതിലുള്ള ഉപഗ്രഹങ്ങൾ ഉൾപ്പെടാത്ത എന്നൊക്കെ ചോദിക്കും. ഇത് ഞാൻ പഴയ പ്രീവിയസ് വർക്കൗട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നമുക്ക് അപ് ടു ഡേറ്റിന് എൻട്രി ആപ്പ് ചെയ്യുന്ന എനിക്ക് ഗോൾഡ് ബാച്ചിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ടീച്ചർ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ എല്ലാ നോട്ടും ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വരും. ഡെയിലി അല്ലാതെ നോർമൽ പ്ലാനിലും അപ് ടു ഡേറ്റിന് ഡെയിലി കറണ്ട് അഫയേഴ്സ് അവർ തരുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇയർ ബുക്കിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാ പരീക്ഷകളിലും മാറി വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇയർ ബുക്ക് മാത്രം പഠിച്ചത്. എൻട്രിയുടെ എല്ലാം ടോപ്പിക്ക് തിരിച്ച് ഇയർ ബുക്ക് ഉണ്ട്, അതിന്റെ കോപ്പി എടുത്ത് നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 22 എടുത്തു, ഇപ്പൊ 23 എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലൈവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. പിന്നെ വരുന്നത് എക്സാംസ് ആണ്, മോക്ക് ടെസ്റ്റ്. 25,000 ക്വസ്റ്റ്യൻസ് അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ CPO എക്സാമിന് പോയത്. 25,000 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് എൻട്രി ചെയ്തത്. ഇപ്പൊ 35,000 ക്വസ്റ്റ്യൻസോളം ഇപ്പൊ ലൈവില് തീർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഓരോ സ്റ്റുഡൻസ് ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ട് എന്റെ ആപ്പിൽ കാണാം. 25,000 പ്രയോജനപ്പെട്ടല്ലോ. ഇപ്പൊ നല്ല റാങ്ക് കംപ്ലീറ്റ് ആണ് എക്സാമിന് പോകുന്നത്. പക്ഷെ അത് OMR എക്സാം നമുക്ക് തോൽവാർത്ത തോൽവീതിയിലാണ് കൂടുതൽ നമുക്ക് ബബിൾ ചെയ്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഒരു APO എക്സാം കഴിഞ്ഞു, എനിക്ക് പ്രിലിംസ് പാസ്സായി എഴുതാൻ പറ്റിയില്ലായിരുന്നു. APO എക്സാം കഴിഞ്ഞ് അടുത്ത ദിവസം ആ ക്വസ്റ്റ്യൻ പേപ്പർ തേടി നമ്മൾ പോകണ്ട, എൻട്രിയിൽ കറക്റ്റ് വന്നിരിക്കും. നമുക്ക് ആ പ്രീവിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടുകൾ അതിലെല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ കുറെ കാര്യമുണ്ട്. പിന്നെ മുൻകാല ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ 21 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് +2 പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ് വരെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ ലൈവ് എക്സാം 2 മണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. 2 മണിക്ക് ഷോപ്പിലായിരിക്കും ചില ദിവസം, 1:30 വിട്ടാക്കി. എന്നിട്ട് ഒരു ദിവസം എൻ്റെ അനിയൻ നിൽക്കും, ഒരു ദിവസം ഞാനാണ്. അങ്ങനെ മാറി നിൽക്കുമ്പം 2 മണിയാകുമ്പോൾ നോക്കിയിരിക്കും ലൈവ് എക്സാം എഴുതാൻ. അവിടെ കടയിലിരുന്ന് എഴുതിയിട്ടുണ്ട്, പുറത്തിരുന്ന് എഴുതിയിട്ടുണ്ട്, വീട്ടിലിരുന്ന് വന്നാൽ ലൈവ് എക്സാം പക്ക കാത്തിരുന്നാണ് എഴുതുന്നത്. അടുത്ത ദിവസം 8 മണിക്ക് എക്സാം റിസൾട്ട് വരും. ഞാൻ രാത്രി കമ്പൻസിഡ് കഴിഞ്ഞ് ഉറക്കണെങ്കിൽ 8 മണി 8:30 ആവും. അപ്പോഴത്തേക്കും 8:30 ആകുമ്പോൾ ഞാൻ ആദ്യം എണീറ്റിട്ട് റിസൾട്ട് നോക്കും. ഒന്നിൽ ഞാനും എൻ്റെ അനിയനും മാറി 1, 2, 3 റാങ്ക് വന്നു. 10-നകത്ത് ആ ലൈവ് എക്സാം. ഓരോ ദിവസം 3 മാസമായപ്പോഴേ ആ ഏപ്രിലുള്ള സ്ക്രീൻഷോട്ട് ഒക്കെ എൻ്റെ ഉണ്ട്. ഏപ്രിൽ മാസത്തെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കറക്റ്റായി എനിക്കറിയാം. അപ്പോഴും പഠിച്ച് ഞാൻ ട്രാക്കായി വന്ന ഒരു 3-4 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ 70+ ഒക്കെ എത്തി എൻ്റെ CPO എക്സാം. അങ്ങനെ CPO ഗോൾഡ് ബാച്ചിൽ മെൻറ്റർ വിഷ്ണു സാറാണ്. വിഷ്ണു സാറിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ആ മെന്റർഷിപ്പിന്റെ വില അതാണ്. അത് എപ്പോ മെസ്സേജ് അയച്ചാലും പുള്ളി എനിക്ക് അപ്പോ സ്പോട്ടില് തരും. ആദ്യം സാറിന്റെ ബാച്ചായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറേണ്ടി വന്നു. ഓക്കെ, എനിക്കൊന്ന് പരീക്ഷ അടുത്ത സമയത്ത് അച്ഛൻ തന്നെ ഫുൾ ടൈം കടയിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചെന്ന് തോന്നല്ലേ? മക്കൾ പോയിരുന്ന് പഠിച്ചോ? എനിക്കൊന്ന് 3 മാസം അങ്ങനെ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ, അത് പറയാൻ എന്ത് എങ്ങനെയായിരുന്നു? അത് അവസാനം PSC എക്സാം അടുപ്പിച്ച് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫുൾ എൻഗേജ് ആവണം. അതായത് രാവിലെ 7 മണിക്ക് ഒരു സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞാൽ വെളുക്കോളം പഠിത്തമാണ്. കമ്പൈൻ സ്റ്റഡിയും സെൽഫ് സ്റ്റഡിയും എക്സാമും മോക്ക് ടെസ്റ്റുകളും ചെയ്തെങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവസാനം ആ 3 മാസം രാവിലെ 7 മണിക്ക് ഷോപ്പ് തുറന്ന രാത്രി 10 മണി വരെ പപ്പ കടയിലിരിക്കും. ചോറും കാപ്പി എല്ലാം കടയിൽ നിന്നാണ് കുടിക്കുന്നത്. എല്ലാം പുറത്തായിരുന്നു ആ 3 മാസം. എൻ്റെ പപ്പ എനിക്ക് അത്രമേൽ സപ്പോർട്ട് ചെയ്ത ആ സമയത്താണ്. എൻ്റെ അമ്മയായാലും അമ്മ പോയി കടയിൽ പോയി ആഹാരം കൊടുക്കും. നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാത്ത ദിവസങ്ങളാണ്. പുറത്തിറങ്ങൂല. അച്ഛനും അമ്മയും കണ്ടോണ്ടിരിക്കില്ലേടാ, നിങ്ങൾ ഫുൾ ടൈം പഠിക്കുന്നു, പരീക്ഷ എടുത്തു, അതായിരിക്കും അവർക്ക് ആ ഒരു സമ്മാനം നീ ഇപ്പം കൊടുത്തല്ലോ, വലിയ സന്തോഷമാണ്. ഓക്കെ, അമ്മയ്ക്കൊക്കെ ഒത്തിരി ഒരു ബിഗ് ഹാൻഡ്. അമ്മയ്ക്കൊക്കെ ആദ്യത്തെ ശമ്പളം അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുക.
അവരുടെ കയ്യിൽ കൊടുത്തിട്ട് കാല് തൊട്ട് വന്ദിക്കുക. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, നമുക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഇവരുടെ രീതി കണ്ടില്ലേ, ഗൾഫിൽ പോയി അലഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ വീണ്ടും ഫുൾ ടൈം ഇരുന്ന് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന വാശിയോടുകൂടി നാട്ടിൻ്റെ ഇടയിലും വീട്ടിലും ഒക്കെ ഉള്ള അടുത്തുള്ളവരൊക്കെ ജോലി കിട്ടിയപ്പം ഇവന് വാശിയോടുകൂടി വീണ്ടും തുടങ്ങിയത്. ആ വാശിയിൽ ഇവൻ ഈ പ്രാവശ്യത്തെ 3-ാം റാങ്കിൽ എത്തിച്ചേർന്നെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് എൻ്റെ ഒരു ഉറപ്പാണ്, ഇവൻ്റിലൂടെ പറയുന്ന ഉറപ്പാണ്. കണ്ടോ, ഇവന് വലിയ വിദ്യാഭ്യാസമില്ല. അവനോട് ചോദിച്ചാൽ മതി, +2 IT അല്ലേ, +2 IT ആണ്. ഇവിടെ ഡിഗ്രിയും PG ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് SI എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് പോകണം. ഇവിടെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് എല്ലാ സുഖസൗകര്യവും ഉണ്ടായിട്ടും മെനക്കെടാത്ത ഒത്തിരി പേരുണ്ട്. അതിനൊരു വ്യക്തമായ ഉദാഹരണമാണ്. വലിയ പഠിത്തത്തിലൊന്നും അല്ല കാര്യം എന്ന് പറയുന്നത്. ഓരോരുത്തരോടും പറയാം, നമുക്കും കിട്ടും, നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നേടും. ആൻഡോയെ പോലെ ഏറ്റവും നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ പോലെ ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടാവണം. വാശി ഉണ്ടാവത്തില്ലേ? ആൻഡോയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി വരാൻ പോകുന്ന മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥി, ഇപ്പം പോലീസ് പരീക്ഷയൊക്കെ വരുന്നുണ്ടല്ലോ, അവരോട് പറയാനുള്ള 2 ഉപദേശം. PSCയിലോട്ട് കടന്നു വരുന്നവരടുത്ത് പറയാനുള്ളത്, സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിലാണ് കാര്യം. സ്വന്തമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള ഉറച്ചു വേണം പഠിക്കാൻ. അല്ലാത്ത ആരും പഠിക്കാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളെ തന്നെ വിശ്വസിച്ച് പഠിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അതുപോലെ തന്നെ നിങ്ങളും പഠിക്കുക. എല്ലാവർക്കും ഈ വരുന്ന പരീക്ഷകൾക്ക് നല്ല റാങ്ക് കിട്ടട്ടെ. എൻ്റെ ആശംസകൾ പറയുന്നു.